നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ലൈഫിൽ കണ്ടിന്യൂസ് ആയിട്ട് കുറെ എക്സ്പീരിയൻസസ് വരുമ്പോൾ നമ്മളിലേക്ക് ഇറങ്ങി ചില സമയമായെന്നും എവിടേക്കും എന്തോ തകരാറുണ്ടെന്നും അതൊക്കെ ഒന്ന് റിപ്പയർ ചെയ്യണമെന്നും റീബിൽഡ് ചെയ്യണമെന്നും ഒക്കെ അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് വരുമ്പോൾ മനസ്സിലാക്കിക്കോ ഇറ്റ്സ് ടൈം ടു റീബിൽഡ് അവർ സെൽസ്. നമ്മളെ തന്നെ പുതുക്കാൻ സമയമായി. അങ്ങനത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് നമുക്ക് ഒരു സമയത്ത് ഒരു പോയിന്റിലൊക്കെ തോന്നും എവിടേക്കെങ്കിലും ഒന്ന് ഒറ്റയ്ക്ക് ഒന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ട് താമസിക്കാൻ തോന്നും. ഇത്രയും നാൾ നമ്മൾ നിന്ന സ്ഥലം അല്ലെങ്കിൽ എൻജോയ് ചെയ്ത കാര്യങ്ങൾ, നമ്മളെ പാമ്പർ ചെയ്ത കാര്യങ്ങൾ, ഫാമിലി, ഫ്രണ്ട്സ്, കൊളീഗ്സ് ഒന്നും നമുക്കൊരു ഹാപ്പിനെസ്സോ സമാധാനമോ തോന്നാത്തൊരവസ്ഥ വരും. അങ്ങനെയൊക്കെ തോന്നുമ്പോൾ നമ്മളെ തന്നെ മാറ്റി നിർത്താൻ നമുക്ക് തോന്നും. അങ്ങനെ ഒരു പുള്ള് നന്നായിട്ട് മനസ്സിലുണ്ടാവും. അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ഈ മെറ്റീരിയലിസ്റ്റിക് ലൈഫിൽ ഒന്നിടവിട്ട് പ്രോബ്ലംസ് വന്നുകൊണ്ടേയിരിക്കും. സൊല്യൂഷൻസ് പോലും ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. ചിലതിന് സൊല്യൂഷൻസ് ഉണ്ടെങ്കിലും നമുക്ക് ഒന്നും അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ പോലും ഉണ്ടാവണമെന്നില്ല. അത് മാത്രമല്ല സഡൻ ആയിട്ടുള്ള ഹാർട്ട് ബ്രേക്സ്, അതിപ്പോൾ ജോബിന്റെ കാര്യത്തിലും എഡ്യൂക്കേഷന്റെ കാര്യത്തിലും റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലും എന്താണെന്നുണ്ടെങ്കിലും പെട്ടെന്നുണ്ടാകുന്ന ഹാർട്ട് ബ്രേക്സ് നന്നായിട്ട് നമ്മളെ തളർത്തും. ലൈഫിൽ ഒരു പ്രതീക്ഷയില്ലാതെ തോന്നുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. പിന്നെ പണ്ടത്തെ ഓൾഡ് ആയിട്ടുള്ള ഒരുപാട് മുറിവുകളും കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ ട്രിഗർ ആക്കും. ചെറുപ്പത്തിൽ എന്നോ മറന്ന കാര്യങ്ങൾ, എന്നോ സംഭവിച്ച കാര്യങ്ങൾ ഇപ്പോഴായിരിക്കും ട്രിഗർ വരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതല്ല വേറെയാണ് വഴി അങ്ങനെ തോന്നുക. അതായത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലൊന്നും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത അവസ്ഥ ചില സമയത്ത് നമുക്ക് തോന്നാറുണ്ട്. ഈ എക്സ്പീരിയൻസസ് എല്ലാം ഒരുമിച്ച് വരുന്നല്ല. ഇതിൽ ഏതെങ്കിലും ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ നന്നായിട്ട് വലിക്കുന്നുണ്ടെന്നെങ്കിൽ ഓർത്തോ, ഇതിൽ നിന്നൊക്കെ ഒന്ന് ചേഞ്ച് ആവാൻ അല്ലെങ്കിൽ എന്തോ എവിടെയോ തകരാറുണ്ടെന്ന് മനസ്സിലാക്കുക. യെസ്, ടൈം ടു റീവയർ അവർ സിസ്റ്റം മെന്റലി ഫിസിക്കലി. അതായത് നോട്ട് ദ പോയിന്റ്, മെന്റലിയും ഫിസിക്കലിയും നമ്മളെ റീവയർ ചെയ്യാൻ സമയമായെന്ന് ഓർക്കുക. പ്രോബ്ലംസും പ്രശ്നങ്ങളൊക്കെ ഈ രീതിയിൽ തന്നെ വരണമെന്നൊന്നുമില്ല. പലർക്കും പല രീതിയിലാണ്. ചിലർക്ക് തോന്നും ചെറിയൊരു സിമ്പിൾ ആയിട്ടുള്ള കാര്യം എന്തിനത്ര ട്രിഗർ ചെയ്യിപ്പിക്കണമെന്ന് പുറത്തുള്ളവർക്ക് തോന്നിയേക്കാം. പക്ഷെ നമ്മുടെ ഉള്ളിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങൾ അത് എത്രത്തോളം ആഴമുള്ളതെന്ന് സ്വയം മാത്രമാണ് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് കമ്പയർ ചെയ്യാനൊന്നും നിൽക്കാതെ ഇതിനുള്ള സൊല്യൂഷൻസും സ്വയം തന്നെ കണ്ടെത്താൻ നമ്മളെ കൊണ്ട് കഴിയുമെന്ന് വിശ്വസിക്കുക. അതിനു വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ദിവസത്തേക്ക്, നാളുകളിലേക്ക് ഒന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് നിർത്താനായിട്ട് ശ്രമിക്കുക. എല്ലാത്തിൽ നിന്നും. അതായത് എല്ലാം കൂട്ടിക്കെട്ടി വാറി വെച്ചൊരു റൂമിൽ തന്നെ ഇരിക്കണം എന്നല്ല. ചെയ്യാനുള്ള കാര്യങ്ങൾ, ചിലപ്പോൾ നമ്മൾ ജോലിക്ക് പോയാലാണ് നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ അധികം ഒന്നിലും ഇടപെടാതെ ഒന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് നമ്മളെ തന്നെ നിർത്തിയിട്ട് വേണം ഇതിനുള്ള സൊല്യൂഷൻസും കാര്യങ്ങളും എന്താ പറ്റിയെന്ന് ഒന്ന് അനലൈസ് ചെയ്യാൻ. നിങ്ങൾ എത്ര ഹെൽത്തി ആണെന്ന് നിങ്ങൾക്ക് തോന്നിയാലും അൺഹെൽത്തി ആണെന്നുണ്ടെങ്കിലും ജസ്റ്റ് നമ്മുടെ ചെക്കപ്പ് ഒക്കെ ഒന്ന് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കറണ്ട് ഹെൽത്ത് സ്റ്റാറ്റസ്, ഫിസിക്കലായിട്ടുള്ള കറണ്ട് ഹെൽത്ത് സ്റ്റാറ്റസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ യെസ് ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ അതിനുള്ള സൊല്യൂഷൻസ് എടുക്കുക. ഇല്ലെങ്കിലും നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ആക്ഷൻസും എടുക്കണം. ഇപ്പൊ പ്രശ്നമില്ലാന്ന് കരുതി നാളെ അത് വരാതിരിക്കണം എന്നില്ലല്ലോ. അപ്പൊ നമ്മൾ എന്തായാലും മെയിൻറ്റെയിൻ ചെയ്യാനുള്ള റൂട്ടീനും കാര്യങ്ങളൊക്കെ എടുത്തിരിക്കണം. നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പൊ നമ്മുടെ ലൈഫിൽ ഏതൊക്കെ ഹെൽത്തി ആണ് അൺഹെൽത്തി ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസ്, ആറ്റിറ്റ്യൂഡ് ഒക്കെ ചേഞ്ച് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ആവശ്യം വരികയാണെന്നുണ്ടെങ്കിലും അതൊന്ന് ചേഞ്ച് ചെയ്യുക. മെന്റലി ആകെ ഒരു പ്രഷർ കുക്കറിൽ ഇരിക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബി ഫ്രീ. കുറച്ച് വീക്സ് ടോട്ടലി ഡിസ്കണക്ട് ചെയ്യുക. എല്ലാ കാര്യങ്ങളിൽ നിന്നും ഡിസ്കണക്ട് ചെയ്യുക. അതിപ്പോൾ എത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ആൾക്കാരിൽ നിന്ന് ഇറങ്ങി നിൽക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ഇറങ്ങി നിൽക്കുക തന്നെ വേണം. അപ്പം നിങ്ങൾക്ക് തോന്നും ഡെയിലി ലൈഫ്, ജോബ് എല്ലാം ചെയ്തുകൊണ്ട് നമുക്കിതൊക്കെ എങ്ങനെ പറ്റുമെന്ന്. പക്ഷെ അങ്ങനെയല്ല. ആവശ്യമില്ലാത്തൊരു കാര്യത്തിൽ ഇടപെടാതെ ടൈമും എനർജിയും ഒന്നും നമ്മുടെ കളയാതെ തന്നെ നമുക്ക് അധികം ഒരു കാര്യത്തിൽ നിന്ന് അധികം എക്സൈറ്റ്മെന്റും ഇല്ല, ഒരു കാര്യത്തിൽ അധികം ഡിപ്രഷനും ഇല്ലാത്ത ഒരു അവസ്ഥയിൽ നമുക്ക് നിന്നുകൊണ്ട് ഒന്ന് മാറി നിൽക്കാൻ പറ്റും. ഒന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് ഫ്രീ ആയിട്ട് നിൽക്കാൻ പറ്റും. അങ്ങനെ ഒരു ഫ്രീ മൈൻഡ് നിങ്ങൾ ബിൽഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ തന്നെ മനസ്സിലാക്കാൻ ഈ ഒരു സമയം നന്നായിട്ട് യൂസ്ഫുൾ ആവും. പിന്നെ നമ്മുടെ സ്പേസ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ ഈ സമയം എടുക്കുക. ഇപ്പൊ ആവശ്യമില്ലാത്ത ഒരുപാട് ഗാഡ്ജറ്റ്സും ഡ്രസ്സസും ആക്സസറീസും ഓൺലൈൻ ആയിട്ടുള്ള കാര്യങ്ങളായാലും സോഷ്യൽ മീഡിയ അതുപോലുള്ള ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളും ഡിലീറ്റ് ആക്കുകയോ ക്ലീൻ ആക്കുകയോ എല്ലാം ചെയ്യുക. അതിനുശേഷം ഡീപ്പ് അനലൈസിസ് ആണ്. മാക്സിമം ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ബുക്സോ ജേർണലിങ്ങോ മെഡിറ്റേഷനോ യോഗയോ നിങ്ങൾക്ക് ഏതാണോ റിലാക്സ് ചെയ്യുന്നതെന്ന് തോന്നുന്നത്, പരിചയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്ന് ട്രൈ എങ്കിലും ചെയ്യുക. ഈ യോഗ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് മെന്റലായിട്ട് നമുക്ക് പോസിറ്റീവ് ഇഫക്റ്റ് ആണ് ഉണ്ടാകുന്നത്. മനസ്സ് റെഡിയാവാതെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കേണ്ട. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ തോന്നുന്നത് അത് ചെയ്തുകൊണ്ട് നിന്നാലാണ് നമ്മുടെ മനസ്സ് റെഡി ആവുള്ളൂ. അല്ലാതെ എല്ലാം ശരിയായിട്ട് ചെയ്യാം എന്ന് പറഞ്ഞിരുന്ന അങ്ങനെ ഒരു സമയമൊന്നും ഉണ്ടാവില്ല. ഓട്ടോമാറ്റിക്കലി നമ്മളത് നോട്ടീസ് ചെയ്തോളും. നമ്മുടെ പോസിറ്റീവ് സയൻസ് ഒക്കെ തനിയെ വന്നോളും. ആൻസേഴ്സ് ഒക്കെ നമ്മുടെ ചുറ്റും തന്നെയുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ട് നമ്മൾ പുറത്തേക്ക് അന്വേഷിച്ച് നടക്കുന്നത് കണ്ടിട്ടില്ലേ? നമ്മുടെ കൈ തന്നെ സാധനം പിടിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മൾ ചുറ്റും ടേബിളിലേക്കൊക്കെ നോക്കും. അതുപോലെ തന്നെയാണ് ജീവിതത്തിലെ ചില കാര്യങ്ങൾ. സൊല്യൂഷൻസ് ഇല്ലാന്ന് കരുതി നമ്മൾ പുറത്തേക്ക് നോക്കണ്ട. നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഫോക്കസ് ഓൺ ദ ഇന്നർ സെൽഫ്. അവിടെ നമുക്ക് എല്ലാ ആൻസേഴ്സും കിട്ടും. അതിന് കുറച്ച് സമയവും ഇഫോർട്ടും നമ്മൾ തന്നെ സ്വയം എടുക്കുക. ലൈഫിൽ സിറ്റുവേഷൻസ് വരുമ്പോൾ അതിൽ തകർന്ന് ഡിപ്രഷൻ ആയിട്ടിരിക്കാതെ, അല്ലെങ്കിൽ അതിനെ മറികടക്കാൻ വേറെ കുറെ അബദ്ധങ്ങളിലേക്ക് ചെന്ന് ചാടാതിരിക്കാതെ
ചിന്തിക്കാതെ ഇതിനെയൊക്കെ ഒന്ന് അനലൈസ് ചെയ്യാൻ കുറച്ച് സമയം കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക. ജീവിതമാണ് ഇത്, നമ്മൾ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമല്ല. ഒരു റോബോട്ട് സിസ്റ്റം പോലെ ജീവിക്കേണ്ട ആവശ്യമില്ല. ചില കാര്യങ്ങൾ ശരിയാക്കാൻ ഒന്ന് ഉൾവലിയുന്നതും വളരെ നല്ലതാണ്.